ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. എഫെസോസുകാർക്കുള്ള ലേഖനത്തിൽ നിങ്ങൾ വായിച്ച് കേട്ടതാണ്. എന്താ അവിടെ പറഞ്ഞത്? സത്യമായിരിക്കണം നമ്മുടെ വാക്കുകളിൽ വരേണ്ടത്. സത്യമാരാണ്? ദൈവം സത്യമാണ്. സത്യമുള്ളിടത്തെല്ലാം ദൈവമുണ്ട്. സത്യത്തിനെതിരായിട്ട് നമ്മൾ പറയുന്ന വാക്കുകളോ പ്രവൃത്തികളോ ദൈവത്തെ നിഷേധിക്കുന്നതും ധിക്കരിക്കുന്നതുമാണ്. അതുകൊണ്ട് നമുക്കൊരു ദൃഢപ്രതിജ്ഞ എടുക്കാം. നമുക്ക് സത്യം മാത്രമേ ഞാൻ പറയുള്ളൂ. തമാശനാണെങ്കിൽ പോലും തമാശന് തോമസ് അക്വൈനസിനോട് പറഞ്ഞൊരു കഥ പറയും. തോമസ് അക്വൈനസ് വിശുദ്ധനാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പുസ്തകം എഴുതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂട്ടുസഹോദരന്മാർ പറഞ്ഞു, തോമസേ ദേ ആകാശത്തിൽ കൂടെ ഒരു കുതിര പറന്നു പോകുന്നു എന്ന് പറഞ്ഞു. ഓ, അദ്ദേഹം ചാടി എഴുന്നേറ്റത് കാണാനായിട്ട് പോയി. അപ്പോൾ അവർ പറഞ്ഞു, നീ ഇത്ര മണ്ടനാണോ? ഒരു സന്യാസി എന്നോട് നുണ പറയുന്നതിനേക്കാൾ ഭേദം മറ്റത് വിശ്വസിക്കുന്നതാണെന്ന് തമാശ പറഞ്ഞു. അങ്ങനെ തമാശയ്ക്ക് ചിലതൊക്കെ നമ്മൾ പറഞ്ഞു എന്ന് വരും. എന്നാൽ സത്യം മറച്ചു വയ്ക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഭാര്യ ഭർത്താവിൽ നിന്ന് മറയ്ക്കുന്നതും ഭർത്താവ് ഭാര്യയിൽ നിന്ന് ഒളിച്ചു വയ്ക്കുന്നതും നമ്മുടെ പ്രവൃത്തികളിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കാത്തതുമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുത്താൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന സന്തോഷം നമ്മൾ അനുഭവിച്ചുകൊണ്ട് വേണം കുടുംബത്തിലെ സ്വർഗം കണ്ടെത്താൻ. അതുകൊണ്ട് സത്യത്തിന് നിരക്കുന്ന ഒരു ജീവിത ശൈലി നമ്മുടെ കുടുംബത്തിൽ നിലനിന്നാൽ കർത്താവ് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഭവനത്തിൽ ജീവിക്കുന്നത് വളരെ സന്തോഷപ്രദമായിട്ട് നമുക്ക് അനുഭവപ്പെടും. പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ വരുത്തി വച്ചിട്ടുള്ള മുറിവുകളും വേദനകളും മാറ്റിയെടുക്കാൻ ഈ പരീക്ഷണം തീർച്ചയായും സഹായിക്കും. അങ്ങനെ നമ്മുടെ കുടുംബത്തെ സ്നേഹത്തിൻ്റെ പൊന്നുനൂല് കൊണ്ട് കൂട്ടിബന്ധിക്കുമ്പോൾ അവിടെ വളരുന്ന കുട്ടികൾ, അവരൊക്കെ ദൈവം കൊടുത്ത കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നില്ലേ? എന്ത് മനോഹരമായിട്ടാണ് അവരുടെ ചിരി, അവരെ ഒന്ന് കയ്യിലെടുക്കുന്നത്. എന്തൊരു സന്തോഷമാണ് നമുക്ക്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാം വേഷം മാറുന്നു. പണ്ടത്തേക്കാൾ കൂടുതലായി ഇന്ന് കുറച്ചുകൂടി പ്രായം വരുന്ന കുട്ടികളെ മെരുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ അവരെ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അവർക്ക് വേണ്ട. അവർക്ക് പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കണം. അവരെയെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ട് നടക്കണം. ഇത് ഇന്ന് പല കുടുംബങ്ങളിലും കാണുന്ന ഒരനുഭവമാണ്. എങ്ങനെയാണ് അവർക്കത് കിട്ടിയത്? മാതാപിതാക്കൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അവർ പങ്കു ചേർപ്പിച്ചുകൊണ്ട് അവർ ഭക്ഷണത്തിൻ്റെ രീതിയിൽ അവർ പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ മറിച്ചുള്ളൊരു ഭക്ഷണം അവർക്ക് ഒരിക്കലും ആവശ്യമായി വരികയില്ലായിരുന്നു. എന്നാൽ നമ്മൾ അത് ഒന്നല്ലേ ഉള്ളൂ, അത് ടി വിയിൽ കണ്ട് അതങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കാം. അത് വിഷമാണെന്ന് ഇന്ന് എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ കുട്ടികളുടെ ആരോഗ്യം പോലും നശിപ്പിച്ച് കളയുന്ന ഭക്ഷണ രീതികൾ കൊടുത്തവരെ പരിശീലിപ്പിച്ചിട്ട് വേറെ ഒന്നുകൊണ്ടും അവരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നല്ല രീതിയിൽ അവരെ പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു കാലത്തും അവർ ആ പ്രാർത്ഥന ഉപേക്ഷിക്കില്ല.
എന്നാൽ ഇന്ന് ഈ അരോചകമായ രീതിയിൽ കുടുംബത്തിലെ പ്രാർത്ഥന അനുഭവം ഉള്ളതുകൊണ്ട് ഏത് നിമിഷത്തിൽ അവർക്ക് അതിൽ നിന്ന് മോചനം കിട്ടുമോ അത് മാറി പിന്നെ പ്രാർത്ഥിക്കാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. ഇതിനൊക്കെ ഉത്തരവാദികളാരാണ്? ദൈവത്തെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ വളർത്തിയ മക്കളാണെങ്കിൽ അവരെ കൊച്ചുനാളിൽ നിങ്ങളുടെ മടിയിലിരുന്നും നിങ്ങളുടെ വിരൽത്തുമ്പിലും മാത്രം നടന്ന് വളർന്നു വന്ന അവരെ അതിനോട് നിരക്കാത്ത ശൈലികൾ എങ്ങനെ അവരുടെ ജീവിതത്തിലുണ്ടായി? സ്വാർത്ഥതയിൽ അവർ വളരുന്നവന് പറഞ്ഞു. അവർ തോക്കെടുത്തിട്ട് ഇങ്ങനെ തോപ്പാണെങ്കിലും ഇങ്ങനെ വെടിവെക്കുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷം. നീ എന്നെയും വെടിവെച്ചോ എന്ന് പറഞ്ഞിട്ട് അമ്മ നെഞ്ച് കാണിച്ചു കൊടുക്കും. കുട്ടികളുടെ മനസ്സിലേക്ക് ദുഷ്ട പ്രവൃത്തികൾ അറിയാതെ തന്നെ നമ്മൾ കടത്തിവിടുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. ആരും അത് ഗൗരവമായിട്ട് കണക്കാക്കുന്നില്ല, ഒരു മാലിന്യമുള്ളതല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അവരുടെ ജീവിതത്തിൽ ദൂരമായിട്ടുള്ള ഫലമുളവാക്കുന്നതാണ്. നമ്മൾ അമേരിക്കയിൽ കണ്ടില്ലേ, ഒരു നഴ്സറി അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തോക്ക് കൊണ്ടുവന്ന് 17 പേരെ വെട്ടിവെച്ച് വീഴ്ത്തി. അവൻ ബോധപൂർവം ചെയ്യാൻ പറ്റുന്ന പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിൽ വളർത്തിയപ്പോൾ കുട്ടികൾ അവരുടേതായിട്ടുള്ള നന്മയിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ കാരണം അന്വേഷിച്ച് പുറത്തേക്കൊന്നും പോകണ്ട, അത് വീട്ടിൽ തന്നെ ഉണ്ട്. നമ്മൾ മനഃപൂർവ്വമല്ല, എല്ലാവരും കാണിക്കുന്ന കണ്ടിട്ട് കളിപ്പോപ്പുകളും സാധനങ്ങളും ധാരാളമായി ചൂട്ടിയപ്പോൾ ഒരു കൊച്ചിനെ മടിയിലിരുത്താൻ അമ്മയ്ക്കോ അപ്പനോ കിട്ടില്ല. കാരണം അവർക്ക് കളിക്കാനായിട്ടുള്ള വേണ്ട ഉപകരണങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതൊരു സൗകര്യമായിട്ട് നമ്മൾ കണ്ട് നമ്മുടെ ജോലിക്ക് തടസ്സമൊന്നുമില്ല, അവരതുമായിട്ട് അങ്ങ് കളിച്ചോളും. ഇന്ന് കമ്പ്യൂട്ടറിലാണെങ്കിൽ പോലും അവർക്ക് പറ്റിയ കളികളൊക്കെ ഉണ്ട്. അവരതിൽ ഇരുന്നു കൊണ്ട് മുഴുവൻ നേരവും അവിടെ ഇരിക്കും. നമ്മുടെ വീട്ടിലൊരു ബന്ധു വന്നാലോ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹിതൻ വന്നാലോ തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അവരൊന്നും കൊണ്ടുവരാൻ മാതാപിതാക്കൾ കഴിയില്ല. കാരണം അവരുടെ ജീവിതത്തിലെ തെറ്റായിട്ടുള്ള പ്രവണതകൾക്ക് രൂപം കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് മാതാക്കളുടെയും പിന്നെയും ഒക്കെ മടിയിലിരുന്നു കൊണ്ട് കുഞ്ഞുങ്ങളെ ചൂട് അനുഭവിക്കണം. നമുക്ക് സമയമില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് കൊടുത്താൽ മാത്രമേ കുട്ടികൾ ശരിക്കും വളരുള്ളൂ. അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കണം. അവർക്ക് ശരിയായിട്ടുള്ള ഭക്ഷണം, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊടുത്ത് പഠിപ്പിക്കണം. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അത് പങ്കുവെച്ചുകൊണ്ട് ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ കുടുംബജീവിതത്തെ സ്വർഗമാക്കി തീർക്കുവാനുള്ള പരിശ്രമം നമുക്ക് അത്യാവശ്യമാണ്. കുടുംബം ദൈവത്തിൻ്റെ ആലയമാണ്. അതിലെ കാർമ്മികരാണ് ദമ്പതികൾ. അവർ സ്നേഹത്തിൻ്റെ മാതൃകകളാണ്. ഈശോ നമ്മളെ അങ്ങനെ സ്നേഹിച്ചില്ലെങ്കിൽ ഈ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയുമായിരുന്നു. ലോകത്തിൽ അതിനെതിരായിട്ടുള്ളതാണ് മുഴുവൻ കിട്ടിയത്. എന്നാൽ ഈശോയെ സ്നേഹിച്ച് പഠിച്ചു കഴിയുമ്പോൾ ഒന്നും വേണ്ട, എനിക്ക് ഈശോ മാത്രം മതി എന്ന് പറയുവാൻ നമ്മുടെ കുഞ്ഞുമക്കളും യുവാക്കന്മാരും തയ്യാറാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞൊരു 2 കൊല്ലം മുമ്പ് നമ്മൾ കണ്ടല്ലോ, 21 യുവാക്കൾ നല്ല കരുത്തും ഒക്കെ ഉള്ള അവരോട് അവരെ ഘാതകർ പറഞ്ഞു, നിങ്ങൾ യേശുവിനെ തള്ളിപ്പറയണം, എന്നിൽ നിങ്ങൾക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ തല ഞങ്ങളിവിടെ വെട്ടിയെടുക്കും. അവർ പറഞ്ഞു, ഈശോയെ ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല. 22ഉം 23ഉം വയസ്സുള്ള യുവാക്കൾ 21 പേരും പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ തള്ളിപ്പറയില്ല, ഞങ്ങൾക്ക് യേശുവാണ് ഞങ്ങളുടെ സർവസ്വം. അപ്പോൾ ഒരുത്തൻ്റെ തല, ഇത് തമാശയൊന്നുമല്ലോ, നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചതും കണ്ടതും നമ്മുടെ കാലഘട്ടത്തിൽ നടന്നതാണ്. ആ വെട്ടിക്കളഞ്ഞു. 21 പേരും അവരുടെ തലയേറ്റവിടെ വീണപ്പോഴും അതിൽ ഒരാൾ പോലും മറിച്ച് പറഞ്ഞില്ല. അതുകൊണ്ട് ദൈവം ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് രാജ്യത്തിലുള്ളവർക്കും കൊടുക്കുന്ന ശക്തി അപാരമാണ്. അതിലും അവിശ്വസനീയമെന്ന് തോന്നുന്ന ഒരു അനുഭവം ഞാൻ മാസികയിൽ തന്നെ വായിച്ചു. അതും ഈ കാലഘട്ടത്തിൽ നടന്നതാണ്. ക്രൈസ്തവരെ മുഴുവൻ നശിപ്പിക്കുവാനായിട്ട് കച്ചകെട്ടിറങ്ങിയ ആ സംഘം ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ അപ്പനും അമ്മയും 2 കുട്ടികളുമുണ്ട്. അപ്പോൾ പെൺകുട്ടിയോട് ചോദിച്ചു, നീ ഈശോയെ ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ? ഞാനൊരിക്കലും ഉപേക്ഷിക്കില്ല. നീ ഉപേക്ഷിക്കുകയില്ലെങ്കിൽ നിൻ്റെ തല ഇപ്പോൾ ഞങ്ങൾ വെട്ടിമാറ്റും. എന്തു ചെയ്താലും ഈശോയെ ഉപേക്ഷിച്ചിട്ടുള്ള കാര്യം തല എനിക്കിഷ്ടം തന്നെയാണ്.
അവൾ നല്ല ധൈര്യത്തോടു കൂടി പറഞ്ഞു. അപ്പനും അമ്മയും നോക്കി നിൽക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് അവളുടെ തല ചെത്തി മാറ്റിയിട്ടു. എന്നിട്ട് അടുത്ത് നിൽക്കുന്ന സഹോദരനോട് ചോദിച്ചു, ഇതൊന്നും കഥയല്ല, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ ശരിയായി വളർത്തുവാൻ നമ്മൾ സാധിക്കാതെ വിഷമിക്കുന്ന ഈ കാലഘട്ടത്തിലും സാഹചര്യത്തിലും മക്കളെ വളർത്തിയ മാതാപിതാക്കളുടെ മക്കൾ ചെയ്യുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്. അവനോട് ചോദിച്ചു, അവൻ്റെ കൊച്ചു പെങ്ങൾ തലയില്ലാതെ അവിടെ വീണ് കിടന്ന് എല്ലാവരും കരഞ്ഞ് വൈവിട്ട് നിൽക്കുന്ന സമയത്ത് അവനും പറഞ്ഞു, എനിക്ക് ഈശോയെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അവൻ്റെയും തല അവരവിടെ വെട്ടി വീഴ്ത്തി. എന്നിട്ട് മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കുവാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ നിന്ന് പോകാം, എവിടേക്ക് വേണമെങ്കിലും പോയി നിങ്ങൾ ജീവിച്ചോ, ഇവിടെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ തലയും ഞങ്ങൾ വെട്ടിയെടുക്കും. അവർ പോയി. പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ പറ്റിയിട്ടില്ല. പലരും തലയേറ്റവർ. നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടമാളിൽ നടന്ന ഭീകരമായിട്ടുള്ള മതമർദ്ദനത്തെപ്പറ്റി നമ്മളൊക്കെ ഇന്ന് കുറേയൊക്കെ കേട്ടിട്ടുണ്ട്. ഒറീസയിലെ നമ്മുടെ ഒരു ഗ്രാമത്തിലെ ക്രൈസ്തവരെ മുഴുവൻ അവസാനിപ്പിക്കുമെന്ന് അവരങ്ങ് തീരുമാനമെടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ എവിടേക്ക് വേണമെങ്കിലും പോകോ, ഇംഗ്ലണ്ടിലേക്കോ അമേരിക്കയിലേക്കോ എവിടേക്ക് വേണമെങ്കിലും പോകോ, ഇവിടെ നിങ്ങളെ വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം ത്യജിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരണം, നിങ്ങൾക്കെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അവർ സമ്മതിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവരുടെ കുടുംബങ്ങൾ മുഴുവൻ അവർ തീയിട്ട് നശിപ്പിച്ചു. അവരോടി കാട്ടിൽ പോയി ഒളിച്ച് ഇപ്പോഴും കാട്ടിൽ നിന്ന് ഇറങ്ങാത്ത ചിലരിപ്പോഴും ബാക്കിയുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവരെ പറ്റി പറയുന്നത്, അവിടെ ചിലർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ സന്ദർശിക്കാൻ പോയവർ പറഞ്ഞു, അവരുടെ വിശ്വാസം, അതിലുള്ള ഒരാൾ പോലും മതം മാറിയിട്ടില്ല. മരിച്ചവർ പോയി, ജീവിച്ചിരിക്കുന്നവരെ മാറിയിട്ടില്ല. അവർ കൂടുതൽ ശക്തമായിട്ടാണ് അവർ ഇന്ന് അവിടുത്തെ ക്രൈസ്തവ സമൂഹം നിൽക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു, വീടും മറ്റും എല്ലാം നഷ്ടപ്പെട്ടു. അവർക്കതിനുള്ള പരിഹാരമൊന്നും സർക്കാർ ചെയ്യാമെന്നൊക്കെ ആരാണ്ടൊക്കെ കേസ് കൊടുത്തതിന് അവർക്ക് അവകാശമുണ്ടെന്നൊക്കെ സ്ഥാപിച്ചെങ്കിലും അതവർ കൊടുക്കുന്നില്ല. നമ്മുടെ ക്രൈസ്തവ സംഘടനകൾ കുറേയൊക്കെ സഹായിച്ചതുകൊണ്ട് കുറേ പേർക്കൊക്കെ വീടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള വശങ്ങൾ. ഞാൻ പറയുന്നവരെ പറ്റി ആളുകൾ പോയിട്ടുള്ളവർ പറയുന്നത്, എന്ത് ശക്തിയേറിയ വിശ്വാസമാണ്, പാവപ്പെട്ട മനുഷ്യരാണ്, വലിയ വിദ്യാഭ്യാസമില്ല, വലിയ പണ്ഡിതന്മാരും അങ്ങനെയുള്ളതൊന്നുമില്ല. പക്ഷേ ഈ ജനങ്ങൾക്ക് എങ്ങനെയാണ് ചിലരെ കൊണ്ടൊക്കെ എഴുതിച്ചിട്ട് ചില നാടകങ്ങൾ തിരിച്ച് പോകുന്നവരുടെയൊക്കെ പടങ്ങളും ചിത്രങ്ങളും വിവരങ്ങളൊക്കെ പത്രത്തിൽ വരുന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള നമ്മുടെ ആ സമൂഹത്തിൽ നിന്ന് ക്രൈസ്തവർ മരിച്ചവർ അനേകം പേർ, 50,000-ഓളം പേരുടെ വീടില്ലാത്തവരായിട്ട് പോയി. ഇതൊക്കെയായിട്ടും അവരുടെ വിശ്വാസം അതിശക്തമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മുമ്പിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തെ ഒന്ന് സ്വർഗീയമാക്കി തീർത്താൽ ദൈവം തരുന്ന അനുഗ്രഹം നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാനും സന്തോഷിക്കാനും നമുക്ക് കഴിയും. അത് നമ്മുടെ പിടിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മക്കളെ ശരിയായിട്ട് വളർത്താൻ പറ്റും. ദൈവം തരുന്ന മക്കളെ കൈനീട്ടി നമ്മൾ സ്വീകരിക്കും. അതുകൊണ്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ബുദ്ധിമുട്ടുകളുണ്ടാകാം, പക്ഷേ അതിനെയൊക്കെ ജീവിക്കാനുള്ള സംരക്ഷിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവൻ നമുക്ക് കാവൽ നിൽക്കുന്നുണ്ട്, അവൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയും ആവശ്യങ്ങളിൽ നമുക്ക് നിരാശയും തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ദൈവാനുഗ്രഹം തരാത്തതല്ല, നമ്മുടെ ഹൃദയത്തിലുള്ള വെറുപ്പ്. ഭർത്താവിനോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും അയൽക്കാരോടാണെങ്കിലും അവശത അനുഭവിക്കുന്നവരോടാണെങ്കിലും നമ്മൾ വിദ്വേഷമോ പ്രതികാര ചിന്തയോ സ്നേഹക്കുറവോ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുമ്പാകെ സ്വീകാര്യമല്ല. ഈ രഹസ്യം നമ്മളൊന്ന് തിരിച്ചു പിടിക്കണം. എല്ലാം ക്ഷമിക്കാനും സ്നേഹം കൊണ്ട് നിറയാനും ഇടവരുമെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. അങ്ങേറ്റമെന്ന മരണത്തെ നമ്മൾ എന്തിനു ഭയപ്പെടുന്നു? ഇപ്പോൾ പുതിയ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് നമ്മളാരും തടഞ്ഞു നിർത്തിയാൽ നിൽക്കുന്നതല്ല മരണം, യാതനകൾ, വേദനകൾ. പക്ഷേ അതിനെ സ്വീകരിക്കുന്ന വിധം നമ്മൾ പഠിച്ചെടുക്കണം.
അത് കർത്താവിനോടുള്ള സ്നേഹത്തിലായിരിക്കണം. നമ്മുടെ കുടുംബത്തെ ഒരു പരിശുദ്ധ സ്ഥലമായിട്ട് നമ്മൾ പ്രതിഷ്ഠിക്കണം. അവിടെ ഭാര്യയും ഭർത്താവും സ്നേഹത്തോടു കൂടി ദൈവം തന്ന സ്നേഹത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ പോരായ്മകളും ബലഹീനതകളും എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ അത് മാറ്റിക്കിട്ടുവാനുള്ള പരിശ്രമത്തോടൊപ്പം ഇത് സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും ഇഷ്ടംപോലെ അത് കൊടുത്ത് മക്കൾക്കത് ധാരാളമായി മാതൃകയാക്കി പകർന്നു കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുമെങ്കിൽ കുടുംബം സ്വർഗം തന്നെയാണ്. ആ സ്വർഗത്തിൽ ജീവിക്കാനുള്ള അനുഭവം നമുക്കുണ്ടാകണം. ഇവിടെ നടക്കുന്ന വചനപ്രഘോഷണത്തിലൂടെ മനം മാറ്റം സംഭവിക്കണം. നമ്മുടെ ശൈലിയിൽ മാറണം. പ്രാർത്ഥിക്കാനുള്ള മടി, വാ തുറക്കുവാനുള്ള നമ്മുടെ ലജ്ജ, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം തുറക്കുവാനുള്ള നമ്മുടെ സന്നദ്ധക്കുറവ് ഒക്കെ മാറ്റിയെടുക്കാൻ നമ്മൾ കൊച്ചു കൊച്ചു പരിശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനപ്പുറത്തേക്ക് കൂടുതൽ ദൈവമാനുഗ്രഹം തന്ന് ദൈവത്തിൻ്റെ സന്തോഷവും സ്നേഹവും നമുക്ക് അനുഭവിക്കാൻ ഇടവരും. ഇവിടെ നടക്കുന്ന വചനപ്രഘോഷണം നമ്മുടെ ആരാധന ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം, അതിൽ വരുത്തേണ്ട മാറ്റം, നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ദൈവാനുഗ്രഹത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന നിമിഷങ്ങളിലൂടെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് പൊതുവായിട്ടുള്ളതല്ല, അത് ഓരോരുത്തർക്കും തന്നിട്ടുള്ളതാണ്. അത് സ്വീകരിക്കാൻ പറ്റാത്ത ഹൃദയത്തോടു കൂടി നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ലഭിച്ചിട്ടുണ്ടാവില്ല. ലഭിച്ചവരെ അത് സ്വീകരിച്ചുകൊണ്ട് മാറ്റം വരുത്തുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ സാക്ഷികളായിരിക്കുക തന്നെ ചെയ്യും. ദൈവമേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.